മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയിലൂടെ പരിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങളുടെയും അടയാളങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ ആൻമരിയ പബ്ലിഷേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. 2 മുതൽ 20 വരെയുള്ള എപ്പിസോഡുകൾ സിറോ മലബാർ സഭയുടെ കുർബാനയെക്കുറിച്ചും അതിനുശേഷം ലത്തീൻ, സിറോ മലങ്കര സഭകളിലെ കുർബാനകളെ കുറിച്ചുമുള്ള പഠനമാണ്. ഏകദേശം 10 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ഈ പഠന പരമ്പര കാണുന്നത് വഴി പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ആദ്യം നമുക്ക് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടി ഈശോ തന്നെ സമർപ്പിച്ചുകൊണ്ട് കാൽവരിയിൽ നിത്യപിതാവിനർപ്പിച്ച ബലിയുടെ കൗദാശികമായ പുനരവതരണമാണ് അൾത്താരയിലെ ബലി. നാം ലോകത്തിലെവിടെയാണെങ്കിലും ഈ ബലിയിലുള്ള പങ്കാളിത്തമാണ് യഥാർത്ഥ ആരാധനയിലുള്ള പങ്കാളിത്തം. ഈശോ മിശിഹ സെഹിയോൻ ഊട്ടുശാലയിൽ പെസഹ വ്യാഴാഴ്ച അർപ്പിച്ച പ്രതീകാത്മകമായ ബലി വെള്ളിയാഴ്ച ഗാഗുൽത്തായിൽ യാഥാർത്ഥ്യമായി. സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന ആ ബലി ഇതാ ദൈവം ഇവിടെ ഓരോ അൾത്താരയിലും നമുക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഇത് ചരിത്രപരമായി ആവർത്തിക്കപ്പെടുന്നതല്ല, മറിച്ച് കൗദാശികമായി ആവർത്തിക്കപ്പെടുന്നു, തുടരുന്നു, സന്നിഹിതമാകുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ആരംഭിക്കുന്നത് സെഹിയോൻ ഊട്ടുശാലയിലാണ്, അവസാനിക്കുന്നത് കാൽവരി മലയിലും. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ഒരു വിരുന്നും ബലിയുമാണ്. സെഹിയോൻ ഊട്ടുശാലയിൽ ഈശോ കൗദാശികമായി സ്ഥാപിച്ചത് പെസഹ രഹസ്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2022 പുറത്തിറക്കിയ ദെസിദേരിയോ ദെസിദേരാവി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് പറുദീസയിലാണ്. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. ഉൽപ്പത്തി 2:9. എന്നാൽ ദൈവമായ കർത്താവ് ആദത്തിനോട് കൽപ്പിച്ചു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഉൽപ്പത്തി 2:17. പറുദീസായിലെ ജീവന്റെ വൃക്ഷത്തെയും അതിൻ്റെ ഫലത്തെയും മറച്ചു പിടിച്ചുകൊണ്ട് പിശാച് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാനും അതുവഴി ദൈവത്തെ പോലെയാകുവാനും ആദി മാതാപിതാക്കളെ പ്രേരിപ്പിച്ചു. കാരണം ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നാണല്ലോ ദൈവം കൽപ്പിച്ചിരുന്നത്. അവർ ദൈവകൽപ്പന ലംഘിക്കുകയും പിശാചിൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് പാപം ചെയ്യുകയും ചെയ്തു. പറുദീസ നഷ്ടമാകാൻ കാരണമാക്കുകയും ചെയ്തു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവിടുന്ന് പറഞ്ഞു, ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. ഉൽപ്പത്തി 3:22. പാപം ചെയ്തവർ അമർത്യരായാൽ അവർ പിശാചായി മാറും. അതൊഴിവാക്കാനാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. പാപം ചെയ്തു പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദി മാതാപിതാക്കൾക്ക് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാനും നിത്യജീവന് അവകാശികളാകാനും സാധിച്ചില്ല. പിതാവായ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മാനവകുലത്തിൻ്റെ രക്ഷ അന്നേ പദ്ധതിയിട്ടിരുന്നു. ഈ രക്ഷ നേടിയെടുക്കുന്നതിനായി പരിശുദ്ധ കുർബാനയായി എല്ലാവരിലേക്കും എല്ലാ കാലവും എത്തിച്ചേരുക എന്നതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിന് ശേഷമാണ് ആദത്തിൻ്റെ മക്കൾക്ക് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ സാധിച്ചത്. അതാണ് പരിശുദ്ധ കുർബാന. അതായത് ജീവന്റെ വൃക്ഷം ഈശോ മിശിഹായും വൃക്ഷത്തിൻ്റെ ഫലം പരിശുദ്ധ കുർബാനയുമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51, 54 മുതൽ 56 വരെ വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നാം ഈശോയിലും ഈശോ നമ്മിലും വസിക്കണമെങ്കിൽ നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. യോഗ്യതയോടെ തന്നെ സ്വീകരിക്കുകയും വേണം. ഈശോ മനുഷ്യാവതാരം ചെയ്ത്
കുർബാനയാകുവാനും അതുവഴി മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനും അവരെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതിനുമാണ്. ഈശോ കുർബാനയാകുവാനാണ് എല്ലാ പീഠകളും ഏറ്റെടുത്തത്. ഓരോ കുർബാനയിലും ഈശോ നമുക്ക് വേണ്ടി മരണവേദന അനുഭവിച്ചു മരിക്കുന്നതിൻ്റെ തെളിവാണ് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ശാസ്ത്രീയമായ ഫലം വെളിവാക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുർബാനയിൽ ആത്മീയമായും ശാരീരികമായും സന്നിഹിതമാകുമ്പോൾ അശ്രദ്ധയോടെയും പല വിചാരത്തോടെയും മന്ദീഭവിച്ച ഹൃദയത്തോടെയും തീക്ഷ്ണതയില്ലാതെയുമുള്ള നമ്മുടെ ബലിയർപ്പണം ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷകന്റെ വരവിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് വെളിപ്പെടുത്തി. ആ തിരുവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഠാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നിവ. മോശയും പ്രവാചകന്മാരും എന്നെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. മത്തായി 5:17, ലൂക്ക 24:44. മോശയ്ക്ക് ദൈവം സീനായി മലയിൽ വെച്ച് ബലിയർപ്പണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അതനുസരിച്ചാണ് മോശ വാഗ്ദാന പേടകം നിർമ്മിച്ചതും ബലിയർപ്പിച്ചതും. അതുപോലെ തന്നെയാണ് നിത്യജീവന്റെ അപ്പമായ ഈശോയുടെ ബലിയർപ്പണവും നടത്തുന്നത്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനുള്ളതല്ല. പരിശുദ്ധ കുർബാന ഒരു ബലിയാണ്. അത് പാപമോചന ബലിയാണ്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പുത്രൻ തമ്പുരാൻ പരിഹാരം ചെയ്യുന്ന പാപപരിഹാര ബലി. മനുഷ്യൻ ചെയ്ത പാപത്തിന് അവന് പ്രാശ്ചിത്തം ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ആ പാപത്തിന് പരിഹാരമാകുന്നില്ല. അതിനുള്ള പരിഹാരമാണ് ഓരോ കുർബാനയും. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതലും മോചനവും ലഭിക്കുന്നു. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. 1 തീമോത്തിയോസ് 2-ാം 5-6 തിരുവചനങ്ങൾ. അവിടുത്തെ ബലിയുടെ യോഗ്യതയാൽ പിതാവ് കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ബലിവസ്തുവായി മാറിയ ഈശോ മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ഓരോ പരിശുദ്ധ കുർബാനയിലും പിതാവിന് സ്വയം സമർപ്പിക്കുന്നു. ഈശോയുടെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ഓരോ വൈദികനും ജനങ്ങൾക്കു വേണ്ടി ഈശോയുടെ തിരുശരീര രക്തങ്ങൾ പരമപിതാവിന് സമർപ്പിക്കുന്നു. പരമപിതാവായ ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ സ്വപുത്രനെ ഓരോ ബലിയിലൂടെയും നമുക്ക് ദാനമായി നൽകുന്നു. ഇതിൻ്റെ ആകത്തുകയാണ് പരിശുദ്ധ കുർബാനയാകുന്ന ബലിയർപ്പണം. പഴയ നിയമത്തിൽ ജനങ്ങളുടെ പാപപരിഹാരത്തിനായി പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനാനിരതരായി ജനം പുറത്ത് കാത്തുനിന്നിരുന്നു. അതേ അർപ്പണ രീതിയിൽ ഇവിടെ പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥനാനിരതരായ ജനത്തോടൊപ്പം പുരോഹിതൻ ജനത്തിനു വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അത് കർത്താവിൻ്റെ യഥാർത്ഥ തിരുശരീര രക്തങ്ങളായി മാറുന്നു. ആ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആധിക്യം കൊണ്ട് ഈശോ ഓരോരുത്തരിലേക്കും ദിവ്യ കാരുണ്യമായി ഇറങ്ങി വരികയും ചെയ്യുന്നു. കർത്താവ് രക്തം ചിന്തി നേടിയെടുത്ത മനുഷ്യകുലത്തെ പരിശുദ്ധ കുർബാനയിൽ നിന്നും അകറ്റുന്നതിനായി പിശാച് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയുടെ 2ാമത്തെ ആഗമനത്തിലുള്ള പ്രതീക്ഷയിലാണ് പരിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം മുതൽ 2ാമത്തെ ആഗമനം വരെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധ കുർബാനയിലുണ്ട്. ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഠാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഈശോയുടെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനം എന്നീ ദിവ്യരഹസ്യങ്ങൾ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാന ആഘോഷമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അനുഭവമാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് അഗ്രാഹ്യമാണ്. അതുകൊണ്ടാണ് ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യമെന്ന് കുർബാനയെ വിളിക്കുന്നു. ബുദ്ധിക്ക് മനസ്സിലാകാത്ത പലതും ഹൃദയം കൊണ്ട് മനസ്സിലാകും, സ്നേഹം കൊണ്ട് മനസ്സിലാകും. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫറിംഗ് അല്ലെങ്കിൽ സമർപ്പണം എന്നാണ്. കാൽവരി മലയിൽ വെച്ച് ഈശോ പരമപിതാവിനു പൂർണ്ണമായി സമർപ്പിച്ചു. ഓരോ കുർബാനയിലും ആ സമർപ്പണം തുടരുകയാണ്. ഈശോയോടുകൂടി നമ്മളും നമ്മളെ തന്നെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുകയാണ്. കുർബാനയുടെ മറ്റൊരു പേരാണ് യൂക്കറിസ്റ്റ്. ഇതിൻ്റെ അർത്ഥം കൃതജ്ഞതാ പ്രകാശനം, നന്ദി പ്രകാശനം എന്നൊക്കെയാണ്.
പരിശുദ്ധ കുർബാന മിശിഹാ രഹസ്യങ്ങളുടെ ആവർത്തനമാണ്, തുടർച്ചയാണ്, അനുസ്മരണമാണ്, ആഘോഷമാണ്, അനുഷ്ഠാനമാണ്. 12-ാം പിയൂസ് പാപ്പായുടെ മീഡിയേറ്റർ ഓഫ് ഗോഡ് എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന നിർവചനം ഇപ്രകാരമാണ്: മിശിഹായുടെ മൗതിക ശരീരമായ സഭ ശിരസായ മിശിഹായോടൊപ്പം പരമപിതാവിന് സമർപ്പിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. ഇതൊരു സ്വർഗീയ ആരാധനയാണ്. ഈശോയോട് ചേർന്ന് പരമപിതാവിന് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. നമ്മളും ഈശോയോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കുചേരുകയാണ്. ബുദ്ധിയുടെ തലത്തിലുപരി വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ പരിശുദ്ധ കുർബാനയെ സമീപിക്കാവൂ. പരിശുദ്ധ കുർബാന അല്പമെങ്കിലും നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് തുടർന്ന് കാണുവാനും അതുവഴി പരിശുദ്ധ കുർബാനയെ ആഴത്തിൽ മനസ്സിലാക്കുവാനും കുർബാന ഒരു അനുഭവമായി നിത്യരക്ഷയിലേക്കുള്ള വഴിയെ നടക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് വരുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പരമ്പര തുടർച്ചയായി കാണുവാൻ യൂട്യൂബ് തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് വഴി ഈശോയുടെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കുകാരാകാം. അടുത്ത എപ്പിസോഡിൽ സിറോ മലബാർ സഭയുടെ കുർബാനയെക്കുറിച്ച് കാണാം. ആമേൻ.